ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം നിന്നോട് പറയുന്നത് ഇതാണ്: അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഈ വീഡിയോയുടെ അവസാനം നിന്റെ ഹൃദയം നിറഞ്ഞ പ്രത്യാശയോടെ ആയിരിക്കും. ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. അവിടെ നമ്മൾ ചിരിക്കാൻ മറക്കുന്നു. ചില പ്രശ്നങ്ങൾ, ചില നിരാശകൾ, ചില നഷ്ടങ്ങൾ, ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇവയെല്ലാം നമ്മെ തകർക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നിന്നോട് പറയുന്നു: നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിന്റെ ജീവിതത്തിന് ഒരു അവസാനമല്ല. ഇതൊരു താൽക്കാലിക ഘട്ടം മാത്രമാണ്. നീ ഇന്നെങ്ങനെ ആയിരിക്കുന്നു എന്ന് ദൈവം അവിടുന്ന് കാണുന്നു. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരഞ്ഞതും ആരോടും പറയാൻ കഴിയാതെ വേദന സഹിച്ചതും നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള അവസ്ഥയും, ഇതെല്ലാം ദൈവം അവിടുന്ന് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ദൈവം നിനക്കൊരു വാഗ്ദാനം നൽകുന്നു. നീ ചിരിക്കാൻ മറന്നുപോയെങ്കിലും വീണ്ടും ദൈവം നിന്നെ ചിരിപ്പിക്കും. നിന്റെ കണ്ണുനീർ സന്തോഷമായി മാറും. നിന്റെ സങ്കടത്തിൽ നീ പലപ്പോഴും ചിരിക്കാൻ മറന്നുപോയെങ്കിലും ഉറപ്പായും ദൈവം നിന്റെ മുമ്പിൽ നിനക്ക് പ്രത്യാശ തരുന്ന ജീവിതമാർഗങ്ങളെ നിനക്ക് നൽകും. നീ ചിരിക്കാൻ മറന്നുപോയെങ്കിലും ഉറപ്പായും ദൈവം നിന്നെ ചിരിപ്പിക്കും. ദൈവം നിന്നോട് പറയുന്നു: ഒരു ദിവസം നിനക്കായി പദ്ധതിയിട്ടിട്ടുണ്ട്. നീ വീണ്ടും സന്തോഷത്തോടെ ചിരിക്കും. അന്ന് നീ ഉറപ്പായും പറയും: ദൈവം നിന്നെ വിട്ടുകളഞ്ഞില്ല. സഹോദരങ്ങളെ, ഉറപ്പായും ഇന്ന് നിന്റെ വേദന നാളത്തെ ഒരു സാക്ഷ്യമായി മാറും. ചിലപ്പോൾ ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാവും, ഒരിക്കലും ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. പക്ഷേ ദൈവം പറയുന്നു: നിനക്കായി ഞാൻ നല്ലത് ഒരുക്കിയിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയൊരു തുടക്കമായിരിക്കും. നിന്റെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറയും. നിന്റെ പ്രയാസങ്ങൾ എന്തു തന്നെയായാലും നീ അത് കമൻറ്റ് ചെയ്യൂ. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായ പ്രാർത്ഥന ഉറപ്പായും ഫലം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി അവിടുന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഉള്ളിലുള്ള വേദന എന്താണെന്ന് ദൈവമേ നീ അവിടുന്ന് നേരത്തെ അറിയുന്ന കൃപയ്ക്കായി നന്ദി. വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീർ നീ സന്തോഷമായി മാറ്റണമേ. അവരുടെ ജീവിതത്തിൽ നീ ചിരി കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.